അറബിയിൽ തന്നെ നിയമമുണ്ട്, മുതഅല്ലിമീങ്ങളോട് ചോദിച്ചാൽ അറിയാം. തസ്ഗീറുമുണ്ട്, തർഹീമുമുണ്ട്. പദങ്ങളെ തന്നെ ചെറുതാക്കലുണ്ട്. അഹ്മദിനെ ഉഹൈമിദാക്കിയിട്ട് കുഞ്ഞു മുഹമ്മദ് എന്ന് വിളിക്കുന്ന സംസ്കാരമുണ്ട്. അത് ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമാണെന്ന് ഈ അടുത്ത് പഠനം നടത്തിയ കേരളീയ മുസ്ലിം സമൂഹത്തിലെ പ്രവാചക സ്നേഹത്തിന്റെ ആഴത്തിലേക്കുള്ള ഗവേഷണം നടത്തിയ ഒരു ഗവേഷണ വിദ്യാർത്ഥി കണ്ടെത്തിയിട്ടുണ്ട്. മലയാളി മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് കുഞ്ഞഹമ്മദ് എന്ന പേര് വന്നത്? ഗവേഷണം IIT-യിൽ ഈ അടുത്ത് സമർപ്പിക്കപ്പെട്ട പ്രബന്ധത്തിന്റെ ഒരു വിഷയം മലയാളി മുസ്ലിമീങ്ങളുടെ പ്രവാചക സ്നേഹത്തിന്റെ ആഴത്തിലുള്ള അക്ഷരങ്ങളെ പരിശോധിക്കുകയാണ്. കുഞ്ഞു മുഹമ്മദ് എന്ന പേര് എവിടെ നിന്ന് വന്നു? അവര് ഗവേഷണം നടത്തിയിട്ട് ഒരുപാട് ആളുകളോട് അന്വേഷിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഹബീബായ തങ്ങളെ പേര് അഹ്മദാണ്, അതിന്റെ തസ്ഗീറാണ് ഉഹൈമിദ്. ആ ഉഹൈമിദ് എന്നതിന്റെ മലയാളമാണ് കുഞ്ഞു മുഹമ്മദ്. ആയിഷ ബീവിയുടെ പേരാണ് ആയിഷയുടെ തസ്ഗീറാണ് ഉവൈസ്, അതിന്റെ മലയാളമാണ് കുഞ്ഞായിഷ. ഈ കുഞ്ഞായിഷമാര് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമാണത്രേ. ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോ ഇഷ്കിന്റെ വിവിധ വേർഷനുകൾ കാണാൻ കഴിയും. തുർക്കിയിൽ പോയാൽ തുർക്കിയിലുള്ളവര് മദീനയിലെ റൗളയേക്കാൾ ഉയരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കൂല. എന്തേ അവര് മറുപടി എന്നറിയോ? അള്ളാന്റെ ഹബീബിന്റെ ബിലാ പരിശുദ്ധ ഹുജറയേക്കാൾ ഉയരത്തിലേക്ക് പോവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രമാണങ്ങളുടെ പിറകെ പോവേണ്ടതില്ല, എല്ലാം ഇഷ്ടമാണെന്ന് തോന്നുകും. സുഹൃത്തുക്കളെ, ആയിഷ ബീബിയെ റസൂലുള്ളാഹി വിളിച്ചത് ആയിഷു, ഓ പ്രിയപ്പെട്ട ആയിഷ, ഞാനൊന്ന് മടിയിൽ വന്ന് തലവെച്ച് കിടന്നപ്പോ എന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയത് ജീവിതത്തിൽ വലിയ വിഷമമായോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മറുപടി, യാ റസൂലല്ലാഹ്, ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത്. ഇന്ന് ഈ ദുനിയാവിൽ എന്റെ മടിയിൽ അങ്ങ് വന്ന് തലവെച്ച് കിടന്നല്ലോ, നാളെ പരലോകത്ത് വരുമ്പോൾ ഈ പാവപ്പെട്ട ആയിഷ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ അവിടുന്ന് സ്വർഗത്തിലും എന്റെ മടിയിൽ തലവെച്ച് കിടക്കാനുണ്ടാകുമോ എന്ന് ചിന്തിച്ചപ്പോഴാണ് കണ്ണുനീര് വന്നതെന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ ആസ്വദിച്ചിട്ട് മതിയാകാഞ്ഞിട്ട് ആഖിറത്തിലും മുത്ത് നബി തങ്ങളെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. സ്വർഗത്തിന്റെ സൗന്ദര്യം, സ്വർഗത്തിലുള്ള സൗരഭ്യം, സ്വർഗത്തിലുള്ള ആസ്വാദനം. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താണ് സ്വർഗത്തിന്റെ പ്രത്യേകത? നിമിഷ നേരം കൊണ്ട് പറഞ്ഞു, ഫീഹാ റസൂലുള്ളാഹ്, സ്വർഗത്തിലൊന്നും ആവശ്യമില്ല, അവിടെ മുത്ത് നബിതങ്ങളുണ്ടെന്നതാണ്. നബിതങ്ങളുണ്ട് സ്വർഗത്തിൽ, പിന്നെ എന്ത് വേണം നമുക്ക്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് പോലും ആനന്ദമായി കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെറുതെ ഇരിക്കുന്നതാണ് എന്റെ ഇഷ്ടമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കലാണ് എന്റെ ഇഷ്ടമെന്ന് സിദ്ദീഖ് തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു സമർപ്പണത്തിന്റെ ഒരു പേരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് അബൂബക്കർ എന്ന പദത്തിന്റെ അർത്ഥമത്രേ. അബൂബക്കർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ആദ്യം
ആദ്യമുള്ളതിന്റെ പിതാവെന്നാണ്. ബക്കാറത്ത് ബിക്ർ ബുക്കൂർ എന്ന് പറഞ്ഞാൽ പ്രഥമൻ എന്നാണ് അർത്ഥം. പ്രഥമമായതിന്റെ പിതാവാണ് സിദ്ദീഖ് തങ്ങൾ. എല്ലാറ്റിലും ഒന്നാമൻ മുത്തുനബി തങ്ങളാണ്. സിദ്ദീഖ് തങ്ങൾക്ക് മറ്റൊരു ചിന്തയില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബാപ്പയെ കുറിച്ച് അനുസ്മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റക്കുള്ള അനുവാദം ലഭിച്ചപ്പോ സാധാരണ മുത്തുനബി തങ്ങൾ എന്റെ വീട്ടിൽ വരാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. ഇന്ന് വന്നത് നട്ടുച്ച സമയത്താണ്. നട്ടുച്ച സമയത്ത് നബിതങ്ങൾ വീട്ടിലേക്ക് വന്നു. ബാപ്പ ഇറങ്ങിപ്പോയി. അള്ളാന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാണ്, സിദ്ദീഖേ, ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? നബി, ആരുണ്ടാവാനാണ്? അങ്ങ് പറഞ്ഞോളൂ. അള്ളാന്റെ റസൂല് സന്തോഷത്തോടെയും സങ്കടത്തോടെയും പങ്കുവച്ചു, സിദ്ദീഖ്, എനിക്ക് യാത്ര പോവാനുള്ള സമ്മതം ലഭിച്ചു. ആയിഷ ബീവി പറയാണ്, ഞാൻ എന്റെ ബാപ്പനങ്ങനെ നോക്കി നിൽക്കാണ്. ഉടനെ തന്നെ ബാപ്പന്റെ ചോദ്യം, ഞാനും കൂടെ അനുഗമിക്കയോ? എനിക്ക് അങ്ങയോടൊപ്പം യാത്ര ചെയ്യാനുള്ള സമ്മതമുണ്ടോ? മുത്ത് നബി തങ്ങൾ പറഞ്ഞു, നഅം സിദ്ദീഖേ, നിങ്ങളല്ലാതെ ആരാണ്? ആയിഷ ബീവി പറയാണ്, എന്റെ ബാപ്പ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞു. സന്തോഷം കൊണ്ട് നബി തങ്ങളുടെ സ്വാഹിബാവാനുള്ള ഭാഗ്യം ലഭിച്ചു. കേവലം സ്വാഹിബല്ല, 51 വയസ്സാണ് സിദ്ദീഖ് തങ്ങൾക്ക് അന്ന്. മുത്ത് നബി തങ്ങളെ വയസ്സ് 53 ആ സിദ്ദീഖ് തങ്ങളെ വീട്, സിദ്ദീഖ് തങ്ങളെ വാഹനോ, സിദ്ദീഖ് തങ്ങളെ മക്കള്, സിദ്ദീഖ് തങ്ങളുടെ കുടുംബം, സിദ്ദീഖ് തങ്ങളുടെ അടിമകൾ എല്ലാം യാത്രയിൽ പങ്കുചേരാണ്. ഒരു വീട് മുഴുവനും യാത്രക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വഴി കാണിക്കാൻ ഒരാളെ ആക്കുന്നു, വിവരങ്ങൾ കൈമാറാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, ഭക്ഷണം കൊണ്ടുവരാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. എല്ലാം റെഡിയായി യാത്ര പോയിട്ട് സൗർ മലയുടെ മുകളിലേക്ക് കയറുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാൽപാദങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു പോയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഹബീബിനെ തോളത്തിരുത്തിയിട്ടാണ് സൗർ പർവ്വതം കയറിയതെന്ന് കേൾക്കുമ്പോൾ, ഓ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ, അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആ സുൽത്താനുൽ ഉലമ എത്ര വർഷമായി? ഏതാണ്ട് 60-70 വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ ചെറിയ ഒരു ശിഷ്യനായ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ ഉൾപ്രദേശത്ത് ഒരു വഅദിന് പോയപ്പോ, ഉൾഗ്രാമമാണ്, ഒരു മനുഷ്യവാസം പോലും കുറഞ്ഞ പ്രദേശം. ആ പ്രദേശത്ത് വഅദ് പറഞ്ഞ് വഅദ് കഴിഞ്ഞു പോകാൻ നിൽക്കും, ഉസ്താദേ ഇപ്പോൾ പോകാൻ കഴിയൂല. അതെന്താ പോവാൻ കഴിയാത്തത്? റോഡിലൊക്കെ ആനകളുടെ ശല്യമുണ്ടാകും. നേരം വെളുത്തിട്ട് ഇവിടുന്ന് 4:30 മണിക്കൊരു വാഹനം പോകും കൽപ്പറ്റയിലേക്ക്, മാർക്കറ്റിലേക്ക്. ആ വാഹനത്തിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ കിടക്കുമ്പോ അവിടെയുള്ള ആളോട് ചോദിച്ചു, ഈ പള്ളി ഉണ്ടായിട്ട് എത്ര വർഷമായി? അവിടെയുള്ള ആളുകൾ പറയാണ്, ഉസ്താദേ 15 വർഷമായി പള്ളി ഉണ്ടാക്കിയിട്ട്. ഒരു മനുഷ്യരും എത്തിപ്പെടാത്ത ഗ്രാമത്തില് അന്ന് ഉസ്താദ് അവர்கள் അവിടെ നടന്നു പോയിട്ട് നിർമ്മിച്ച പള്ളിയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ 100 കണക്കിന് ഉൾഗ്രാമങ്ങളിലേക്ക് ആരെയും കൂട്ടാതെ സഞ്ചരിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാവ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. സിദ്ദീഖ് തങ്ങളാണ് കാന്തപുരം ഉസ്താദിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ മാതൃകകൾ. മുത്ത് നബി തങ്ങളെ ഖാദിമായ സിദ്ദീഖ് തങ്ങള് ഹബീബായ തങ്ങളെ തോളത്തിട്ടുകൊണ്ട് സൗർ ഗുഹയുടെ മലമുകളിലേക്ക് നടക്കുകയാണ്. നടന്നിട്ട് ഗുഹയിലെത്തിയപ്പോൾ അവിടെ അതാ
ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അസ്മാ ബീബി മുത്തുനബി തങ്ങളെ മുന്നിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അസ്മാ ബീബി ഭക്ഷണം പൊതിയാൻ വേണ്ടി കയറില്ലാതിരുന്നപ്പോ അവിടത്തെ വസ്ത്രം കീറിയിട്ടാണ് കെട്ടിക്കൊണ്ടുവന്നത്. അസ്മാ ബീബിയോട് തങ്ങൾ പറഞ്ഞു, അസ്മാ, നിങ്ങൾക്ക് സ്വർഗത്തിൽ 2 ആഭരണം വെച്ചിട്ടുണ്ട്. ഉമ്മമാരെ, മഹബത്തിന്റെ പേരിൽ ചെലവഴിച്ചോളൂ. കേരളീയ ഇസ്ലാമിക സാമൂഹിക പരിസരങ്ങളിൽ ഉമ്മമാര്, മുത്തുനബി തങ്ങളെ മഹബത്ത് വെച്ച ഉമ്മമാര്, കഴിഞ്ഞ ആഴ്ച ഒരു വലിയ മനുഷ്യനെ കണ്ടപ്പോ ആ മനുഷ്യൻ പങ്കുവെക്കുകയാണ്. MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി, MBBS പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ചൊന്ന് നിങ്ങൾ ഈ പരിസരത്ത് അന്വേഷിച്ചു നോക്ക്. ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ അകത്ത് അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്ത് അങ്ങ് പ്രവേശിച്ചപ്പോ ഓരോ ദിവസവും റസൂലുള്ളാഹിക്ക് സ്വലാത്തുകൾ സമർപ്പിച്ചു. അവസാനം ഹബീബിനെ കണ്ടു. ഒരിക്കലും നമ്മൾ നിരാശരാവേണ്ടതില്ല. കാലം എത്ര പുഴുത്തുപോയാലും അള്ളാന്റെ ഹബീബ് നമ്മളിലേക്ക് വരാതിരിക്കില്ല, നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കില്ല. ഈ ചാലിയം യൂണിറ്റിൽ SSF ഹബീബിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ള പ്രതീക്ഷയാണ് ഈ അഷ്റഖയുടെ മജ്ലിസ്. ആ മജ്ലിസ് ഹുദൂറു റസൂലില്ലാഹ്. എന്തുകൊണ്ടാണ് അഷ്റഖ ചെല്ലും എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നറിയോ? ഉലമാക്കളിൽ പലരും പറഞ്ഞതാണ്, അഷ്റഖ ബൈത്ത് ചൊല്ലിയപ്പോൾ ഹദറ റസൂലുള്ളാഹ്. അകം കണ്ടുകൊണ്ട് കണ്ടവര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹുദൂർ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു 10ലധികം തവണ നബിതങ്ങളെ നേരിട്ട് കണ്ടവരാണ്. നബിതങ്ങളെ ഉമിനീര് കൊണ്ട് ബറക്കത്ത് ലഭിച്ച മഹാനാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് അഷ്റഖയുടെ മജ്ലിസ് വല്ലാത്തൊരു മജ്ലിസാണ്. അതുപോലെ ബുർദയുടെ മജ്ലിസ് ആനന്ദമുള്ള മജ്ലിസാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖ് തങ്ങൾ സ്നേഹിച്ച അന്നത്തെ ആ ഗുഹയിലുള്ള രാത്രിയുണ്ടല്ലോ, ആ രാത്രിയെ കുറിച്ച് ചരിത്രത്തിൽ നമ്മളോട് പറയുന്നത് സിദ്ദീഖല്ല, രണ്ടാമനായി വന്ന സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ രാത്രിയെ വർണ്ണിക്കുകയാണ്. ഈജിപ്തിലെ ഭരണം നടത്തുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ഖലീഫ. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ ഗവർണറായ ഈജിപ്തിലതാ ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ പേര് പറയാൻ വിട്ടുപോയി. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരട്ടെ. നമ്മുടെ മുൻഗാമികളുടെ ഈമാൻ സാക്ഷരതയുടെ അപ്പുറത്തുള്ള ഈമാനായിരുന്നു. പഴയകാലത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബയോതുമ്പോ രണ്ടാമത്തെ ഖുത്ബയിൽ ആ 4 ഖലീഫമാരെ പേര് കേൾക്കുമ്പോ പള്ളി നിറഞ്ഞു നിന്നുകൊണ്ട് തർളിയത്ത് കേൾക്കാമായിരുന്നു. റളിയല്ലാഹു അൻഹു. ഇന്ന് പലപ്പോഴും ഖുത്ബയിലെ പേര് തന്നെ വല്ലാതെ ശുഷ്കിച്ചു പോയി. റളിയല്ലാഹു അൻഹു ചൊല്ലുന്നവരുടെ എണ്ണം ചുരുങ്ങിപ്പോയി. ഇത് അപകടത്തിന്റെ സൂചനയാണ്. നമ്മളും ഹബീബും തമ്മിൽ അകന്നതിന്റെ അടയാളമാണ്. കാരണം മുത്തുനബി തങ്ങൾ പറയാണ്, നാളെ അതേ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ കാഹളം മുഴക്കിയാൽ ആദ്യ
ആദ്യമായിട്ട് എഴുന്നേൽക്കുന്നത് ഞാനാണ്, പിന്നെ വരുന്നതിന്റെ സിദ്ദീഖാണ്, പിന്നെ ഫാറൂഖാണ്, പിന്നെ ജന്നത്തുൽ ബഖീലുള്ള മുഅ്മിനീങ്ങളാണ്. നേരെ പോകുന്നതോ മഹ്ശറിലേക്കാണ്. മഹ്ശറിൽ ഒരു വലിയ ഹൗദുണ്ട്. ആ ഹൗദിന്റെ ദൂരോ എന്റെ മദീനയിലെ പള്ളിയുടെയും യമനിന്റെ തലസ്ഥാനമായ സ്വൻആഇന്റെയും അത്രയും വിശാലമായ ഹൗദാണ്. ആ ഹൗദിന് 4 തൂണുണ്ട്. 9ാമത്തെ തൂണിൽ സിദ്ദീഖാണ്, 2ൽ ഫാറൂഖാണ്, 3ൽ ഉസ്മാൻ തങ്ങളാണ്, 4ൽ അലിയാരാണ്, മധ്യത്തിൽ ഞാനും ഉണ്ടാകും. എന്റെ സിദ്ദീഖിനെ തള്ളിയവർക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഹൗദ് കൊടുക്കൂല, ഉമറിനെ തള്ളിയവർക്ക് ഉസ്മാൻ കൊടുക്കൂല, ഉസ്മാനെ തള്ളിയവർക്ക് അലിയാരും കൊടുക്കൂല. 4 പേരോടും പൊരുത്തമുള്ളവർക്കല്ലാതെ ഞാനും കൊടുക്കൂല. നമ്മുടെ മുൻഗാമികൾ ഇത് കേട്ടത് കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും സിദ്ദീഖ് തങ്ങളെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹു, ഒരു പക്ഷേ അവർക്ക് അതിന്റെ അർത്ഥം അറിയൂല, പക്ഷേ റളിയല്ലാഹു അൻഹു കൊണ്ട് സിദ്ദീഖിനോട് അവര് അടുപ്പം സ്ഥാപിച്ചു. മിസ്രിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് സിദ്ദീഖ് തങ്ങളെ പേര് പറയാതിരുന്നപ്പോ സിദ്ദീഖ് തങ്ങളെ ഫാൻസായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ശരിയല്ല, നിങ്ങളുടെ ഈ ശൈലി ശരിയല്ല, എന്റെ സിദ്ദീഖിന്റെ പേര് പറയണം. സിദ്ദീഖ് തങ്ങളെ പേര് പറയാതെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വലിയ ചർച്ചയായി, പ്രശ്നമായി. പ്രശ്നം ഖലീഫയുടെ മുന്നിലെത്തി. ഈ പ്രശ്നമുണ്ടാക്കിയവൻ ഖലീഫയുടെ മുന്നിൽ പ്രതിയാക്കപ്പെട്ടു. ആ മനുഷ്യൻ ഖലീഫയുടെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കോർട്ടിൽ ഹാജരാക്കപ്പെട്ടു. ആ മനുഷ്യൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ സലാം അടക്കിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, അമീറൽ മുഅ്മിനീൻ, ഞാനിവിടെ വന്നത് ആരെയും കൊന്നതിന്റെ പേരിലല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും മോഷ്ടിച്ചതിന്റെ പേരിലല്ല, ഞാനിവിടെ വന്നത് വെള്ളിയാഴ്ച ജുമുഅയുടെ ഖുതുബയിൽ എന്റെ നേതാവ് സിദ്ദീഖ് തങ്ങളെ പേര് പറയാത്തതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ എന്നെ നാട്ടിലൊരു കുഴപ്പക്കാരനാക്കി പറഞ്ഞേച്ചതാണ്. ഇത് അറിയേണ്ട താമസോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ മുഴുവനും വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, ആരാണ് സിദ്ദീഖ് എന്നറിയോ? ഒറ്റ കാര്യം പറയുന്നു, സിദ്ദീഖിന്റെ ഒരൊറ്റ രാത്രി എനിക്കു തന്നാൽ എന്റെയും കുടുംബത്തിന്റെയും ജീവിതം മുഴുവനും ഞാൻ പകരം സിദ്ദീഖിന് കൊടുക്കാം. സിദ്ദീഖ് തങ്ങളെ ജീവിതത്തിൽ ഒറ്റ രാത്രി ഈ ഉമറിന് തന്നാൽ ഉമറിന്റെയും കുടുംബത്തിന്റെയും ജീവിതം മുഴുവനും സിദ്ദീഖിന് കൊടുക്കുക. എന്നാൽ പോലും സിദ്ദീഖ് തങ്ങളുടെ ഒറ്റ രാത്രിയോട് കടപിടിക്കില്ല. ഏതാണ് ആ രാത്രി? ആ രാത്രിയാണ് ഹിജ്റയുടെ രാവ്. ആ രാത്രിയാണ് സൗർ ഗുഹയുടെ അകത്ത് മുത്തുനബി തങ്ങൾ സിദ്ദീഖിന്റെ മടിയിൽ തലവെച്ച് കടന്നപ്പോ പരിശുദ്ധ ഖുർആൻ وثاني اثنين إذ هما في الغار, രണ്ടിൽ രണ്ടാമനായിട്ട് സിദ്ദീഖ് തങ്ങളെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ സിദ്ദീഖ് തങ്ങളെ വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. വസാനി ഇസ്നൈൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖ് തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരണോ? സിദ്ദീഖിൽ നിന്ന് മുത്തുനബി തങ്ങളിലേക്ക് പോവണോ? നമ്മുടെ വലിയ വലിയ മഹാന്മാരൊക്കെ പേര് വെച്ചത് അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഖുതുബുൽ ആലം റഈസുസ് സാഹിദീൻ സിഎം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
മഹാനവറുകളെ പേരെന്താണെന്നറിയോ? മുഹമ്മദ് അബൂബക്കർ എന്നാണ്. അബൂബക്കർ സിദ്ദീഖിലൂടെ മുത്തുനബിയിലേക്കുള്ള ഒരു പാലത്തിന്റെ അടയാളമാണ് ആ പേര്. ആ പേര് വെക്കാൻ പറഞ്ഞതോ കൂത്തുപറമ്പിൽ കോട്ടയം എന്ന് പറയുന്ന പ്രദേശത്ത് അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ ഞണ്ടാടി അബൂ മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹിയാണ്. മഹാനവറുകളാണ് പറഞ്ഞത്, നിങ്ങളെ മകന് മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെക്കണം. ആ പേരിന്റെ അകത്ത് ചില സിറുകളുണ്ട്. സിദ്ദീഖിലൂടെ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ അറിയാൻ കഴിയൂ. സിദ്ദീഖിനെ നിങ്ങളൊന്ന് പഠിക്കൂ. അതുകൊണ്ട് നോക്കൂ, നിങ്ങള് അംബിയാ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം, ശുഹദാഇന്റെ മുമ്പുള്ള സ്ഥാനം പരിശുദ്ധ ഖുർആനിൽ മുസ്ലിം ലോകം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാതെ, സിദ്ദീഖ് തങ്ങളെ ഫോളോ ചെയ്യാതെ നിസ്കരിക്കാൻ കഴിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ വല്ലാത്ത ജീവിതത്തെ നിസ്കാരത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജമാഅത്തിന് അവസരം ഒരു റക്അത്ത് നഷ്ടപ്പെടാതെ കിട്ടിയതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ അൽഹംദുലില്ലാഹ് എന്നതിന് പകരം റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുന്ന ആ അല്ലാഹുവിന്റെ വിളിയാളം, അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതിന്റെ പേരിലാ സമി അല്ലാഹു ലിമൻ ഹമിദാ. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കാരത്തിന് ജമാഅത്ത് കിട്ടിയപ്പോൾ ആനന്ദം കൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ സിദ്ദീഖ് തങ്ങളുടെ ഹംദ് അല്ലാഹു കേട്ടിരിക്കുന്നു. ആ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കാണ് മുസ്ലിം ലോകം പിന്നീട് ഖിയാമത്ത് നാൾ വരെ പറയേണ്ടത്. സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അംഗീകാരമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആ മുസ്തഖീമായ വഴിയെ പറയുന്നിടത്ത് ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാ. ശുഹദാക്കൾ വലിയ സ്ഥാനമുള്ളവരാണ്. രക്തം ചിന്തിയിട്ട് സമർപ്പിതരാണ് ശുഹദാക്കൾ. പക്ഷേ ശുഹദാഇന്റെയും മുമ്പാണ് സിദ്ദീഖീൻ. എന്താണ് സിദ്ദീഖീങ്ങളുടെ പവർ എന്നറിയോ? എല്ലാം ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. മുത്തുനബി തങ്ങൾക്ക് അങ്ങ് സമർപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് തങ്ങളെ വഫാത്തിന്റെ സമയം അടുത്തപ്പോ രോഗമായി കിടക്കുന്ന സിദ്ദീഖ് തങ്ങൾ ആയിഷ മോളോട് ചോദിക്കുന്നു, ആയിഷ അയ്യു യൗമിൻ ഹാദാ, ഇന്നത്തെ ദിവസം ഏതാണ് ആയിഷ? ആയിഷ മോള് പറഞ്ഞു, ഉപ്പാ യൗമുൽ ഇസ്നൈൻ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. അടുത്ത ചോദ്യം, ഫീ അയ്യി യൗമിൻ തൂഫിയ ഫീഹി റസൂലുള്ളാഹ്, എന്നാണ് മുത്തുനബി തങ്ങൾ വഫാത്തായത്? ആയിഷ ബീവി പറയുന്നു യൗമുൽ ഇസ്നൈൻ, അതും തിങ്കളാഴ്ചയാണല്ലോ പ്രിയപ്പെട്ട ഉപ്പാ. ഉടനെ തന്നെ സിദ്ദീഖിന്റെ മറുപടി വന്നു, അല്ലാഹ് ഇന്ന് തിങ്കളാഴ്ചയാണ്, ഈ സിദ്ദീഖിനെ ഇന്ന് തന്നെ മടക്ക് വിളിച്ചാലോ എന്ന പ്രതീക്ഷയോടെ ദുആ ചെയ്ത മഹാനാണ്. ജീവിതകാലത്ത് മുത്തുനബി തങ്ങളോടൊപ്പം സമർപ്പിക്കുക മാത്രമല്ല, തങ്ങൾ വഫാത്തായ ദിവസം തന്നെ വഫാത്താവണമെന്ന് ആഗ്രഹിച്ച പ്രണയത്തിന്റെ അപരനാമമാണ് സിദ്ദീഖ്. സിദ്ദീഖ് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. സിദ്ദീഖ് ഒരു ആശയമാണ്. സിദ്ദീഖ് ഒരു അനുഭവമാണ്. ആ സിദ്ദീഖ് തങ്ങളുടെ പരിശുദ്ധ ജനാസ ഹബീബായ തങ്ങളുടെ ആ വാതിലിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഇമാം റാസി മാത്രമല്ല, മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബ്നു തൈമിയ്യ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം.
അള്ളാന്റെ ഹബീബിന്റെ കവാടത്തിന്റെ മുന്നിൽ സിദ്ദീഖ് തങ്ങളുടെ പരിശുദ്ധ ജനാസ കൊണ്ടുപോയി വെച്ചപ്പോ അവിടുന്ന് വിളിയാളം വന്നു, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെച്ചോളൂ. അള്ളാന്റെ ഹബീബ് കടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ കടക്കുന്നതിൽ മഹത്തുണ്ട് എന്ന് പറഞ്ഞാൾ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾ വഫാത്തായപ്പോ ആദ്യമായി കടന്നു വന്നാൾ ആ സിദ്ദീഖ് തങ്ങൾ. എന്നിട്ട് ആ പരിശുദ്ധ റസൂലിന്റെ പുണ്യ ഹബീബിന്റെ മുഖത്തുള്ള തുണി അങ്ങോട്ട് മാറ്റിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഉദ്കുർനാ ഇൻദ റബ്ബിക്. മുത്തുനബി തങ്ങൾ വഫാത്തായിട്ട് ആദ്യമായി റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയ മഹാന്റെ പേരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയെ, ഞങ്ങളൊക്കെ ഓർക്കണം, മറന്നു പോവരുത്. തിബ്ത ഹയ്യം വമൈതാ. സിദ്ദീഖ് തങ്ങളുടെ കമന്റ് ആണ്, ജീവിച്ചപ്പോഴും സുഗന്ധം, വഫാത്തായപ്പോഴും സുഗന്ധം. റസൂലുള്ളാഹിന്റെ ആദർശത്തിന്റെയും റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെയും ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെയും സുഗന്ധം ആസ്വദിച്ച സിദ്ദീഖ് തങ്ങളെ സർട്ടിഫിക്കറ്റാ നമുക്ക് വേണ്ടത്. നബി തങ്ങളെല്ലാം സുഗന്ധമാണ്. തിബ്ത ഹയ്യം വമൈതാ. അല്ലാഹുവിന്റെ ഹബീബാണ്. സിദ്ദീഖ് തങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു ചിന്ത മുഴുവനും. അതുകൊണ്ട് മുഅ്മിനീകളെ, ഈ പുതിയ കാലത്ത് നമ്മുടെ മനസ്സിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് ജീവിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങളിലൊക്കെ പൊന്നാര നബിയുണ്ടെന്നത് സംശയം വേണ്ടതില്ല. അള്ളാന്റെ ഹബീബ് നമ്മളിലുണ്ട്. ആ ഹബീബായ തങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള ഒരു നല്ല ആവേശത്തിന്റെ കാലമാണ് റബീഉൽ അവ്വൽ മാസം. റബീഇന്റെ വിട പറയലോടുകൂടി തങ്ങള് നമ്മുടെ മനസ്സൊന്ന് പോവാൻ പാടില്ല. അടുത്ത റബീ വരെ നമ്മുടെ മനസ്സിന് നല്ല വെള്ളമൊഴിച്ചു കൊടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മനസ്സിലൊന്ന് ജീവിക്കട്ടെ. നമ്മുടെ മുഖത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടമായ താടി ഉണ്ടാവട്ടെ. ഹബീബായ തങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ സഞ്ചരിക്കട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടങ്ങളോടൊപ്പം ചേർന്നവരല്ലേ സ്വഹാബത്ത് മുഴുവനും. മുത്ത് നബി തങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ കോഴിക്കോട് നഗരത്തിലുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് മുഗദാർ എന്ന് പറയുന്ന ഗ്രാമോ. ആ മുഗദാറിന്റെ ചരിത്രത്തിന്റെ പിറകിൽ നടക്കുമ്പോഴാ തിരിയുന്നത് ദാറു മുഗീറയാണ്. ദാറു മുഗീറ, മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന സഹാബിയായിരുന്ന വലിയ മഹാൻ അവിടെ വന്നിരുന്നു അത്രേ. അതുകൊണ്ടാണ് മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങളുടെ പേരിൽ മുഗദാർ എന്ന പേര് വരാൻ കാരണമെന്ന് ചരിത്രത്തിലുണ്ട്. ആ മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾ ആരാന്നറിയോ? ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ആ പവിത്രമായ പൊന്നാര നബിയുടെ ശരീരം ഇല്ല. അതുകൊണ്ട് എന്റെ മോതിരമെങ്കിലും ആ ഹബീബിന്റെ ശരീരത്തിൽ തൊട്ടാലോ? ഹബീബായ തങ്ങളെ ശരീരത്തിൽ മോതിരം തൊട്ടാൽ ആ മോതിരം എനിക്ക് പ്രതീക്ഷയാണെന്ന് മനസ്സിലാക്കിയവരാണ് സ്വഹാബികൾ. താബിഈകളിലേക്ക് വരുമ്പോഴോ സ്വഹാബിയുടെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി താബിഈയായ മനുഷ്യൻ ചൊല്ലുമ്പോ സ്വഹാബി ഒരു നല്ല ആപ്പിൾ എടുത്തു കൊടുത്തു. ആപ്പിൾ കൊടുത്തു, എന്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം തരാ. എന്റെ വീട്ടിലൊരു പാത്രമുണ്ട്, ശരിബ മിൻഹു റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ വെള്ളം കുടിച്ച പാത്രമാണ്. ആ പാത്രത്തിൽ നിന്ന് ഞാനും നിങ്ങൾക്ക് കുടിക്കാൻ അവസരം തരാം. ഹബീബായ തങ്ങൾ നട്ട ഈത്തപ്പന മരമുണ്ട്, ആ മരത്തിൽ നിന്ന് ഈത്തപ്പഴം തരാം. ഹബീബായ തങ്ങൾ നിസ്കരിച്ചൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാം.
പിറകിലേക്ക് പിന്നെയും നടക്കുമ്പോഴാണ് അതിന്റെ ഗാംഭീര്യം കൂടുകയാണ്. നബിതങ്ങളിൽ നിന്ന് അകലുന്തോടും സ്നേഹത്തിന്റെ അടയാളങ്ങളുടെ വലിയ വിശാലമായ ലോകമാ കാണുന്നത്. ബഗ്ദാദിന്റെ തെരുവിലൂടെ കുറെ മനുഷ്യന്മാരിങ്ങനെ നടക്കുന്നുണ്ട്. വെള്ളമില്ലാഞ്ഞിട്ട്, മഴയില്ലാത്തതിന്റെ പ്രയാസം കൊണ്ട് അവരിങ്ങനെ ദുആ ചെയ്യാണ്. ഒരു പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു, ജനങ്ങളെ നിങ്ങൾക്ക് എന്തു പറ്റി? വെള്ളം വേണമത്രേ, മഴ വേണം. ഈ പ്രായം ചെന്ന മനുഷ്യനൊറ്റ ദുആ ആണ്, അല്ലാഹുമ്മ ബിഹഖി ഐനായ അൻസിലിസ് സമാ അലൈനാ മിദ്റാറാ. പടച്ചവനെ, എന്റെ രണ്ട് കണ്ണിന്റെയും പവർ കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. ദുആ കഴിയേണ്ട താമസം മഴ വർഷിച്ചു. നിങ്ങളെ കണ്ണിനെന്താണ് ഇത്ര പ്രത്യേകത? ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന ഐനായ ഖദ് റആ അബാ യസീദുൽ ബിസ്വാമി. എന്റെ രണ്ട് കണ്ണുകളെ കൊണ്ട് ഞാൻ അബൂ യസീദുൽ ബിസ്വാമിയെ കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, ആരാണ് അബൂ യസീദുൽ ബിസ്വാമി? ഇന്നഹു റആ റസൂലല്ലാഹ്. നബിതങ്ങളെ സ്വപ്ന ദർശനം ലഭിച്ച മഹാനാണ് അബൂ യസീദുൽ ബിസ്വാമി. പിറകോട്ട് പിന്നെയും വരുമ്പോ കാണുന്നില്ലേ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതാ മുത്ത് നബിതങ്ങളുടെ പരിശുദ്ധമായ നഅലിന്റെ രൂപം ചിത്രം വരച്ചുകൊണ്ട് വീട്ടിന്റെ റൂമിൽ പ്രദർശിപ്പിച്ചു വെച്ച് ചുംബിച്ചുകൊണ്ട് മഹാനവറുകൾ എന്താ പാടിയത്? ഇന്നി ഖദംതു മിസാല നഅലിൽ മുസ്തഫാ ലിഅഈശ ഫിദ്ദാറൈനി തഹത ളിലാലിഹാ. സഅദ ഇബ്നു മസ്ഊദ് ബിഖിദ്മതി നഅലിഹി വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ചെരുപ്പെടുത്ത്, തങ്ങളെ മിസ്വാക്ക് എടുത്ത്, തങ്ങളെ വുളൂഇന്റെ വെള്ളമെടുത്ത് വിജയിച്ചു പോയ ഒരു നല്ല മനുഷ്യനാണ്, സ്വഹാബിയാണ്. പാവപ്പെട്ട എനിക്ക് മുത്തുനബി തങ്ങളെ ചെരുപ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും ആ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ചാൽ എനിക്കതുകൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ച് അതിനെ ചുംബനം കൊടുത്ത സ്വാലിഹീങ്ങൾ ശുബ്ഹത്തിന്റെ ഭക്ഷണം കഴിക്കാതെ നല്ല ഇൽമു കൊണ്ടും തഖ്വയുണ്ടും ജീവിച്ച മഖ്ദൂമുമാരുടെ കാലത്ത് എഴുതിയ മൗലിദാണ്. ആ മൗലിദിന് വല്ലാത്ത പവറാണ്. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് നിന്ന സ്ഥലത്ത് നിന്നല്ലേ സാധുവായ ഞാൻ പ്രസംഗിക്കുന്നത്. ആ ബഹറുൽ ഉലൂമിന്റെ കാലത്തുള്ള സൂക്ഷ്മത ഇന്ന് നമ്മൾക്കുണ്ടോ? ബഹറുൽ ഉലൂം ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തിയ മഹാൻ ഈ ചാലിയം പള്ളിയിൽ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ബഹറുൽ ഉലൂം ഹൗദിന്റെ പരിസരത്തു കൂടെ ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു അത്രേ. മഹാനവറുകൾ ഇങ്ങനെ നടക്കുമ്പോ രാത്രി തഹജ്ജുദിന്റെ സമയത്ത് മേലോട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ചാലിയത്ത പള്ളിയുടെ ചുരുവിൽ നിന്ന് മേലോട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഈ ആയത്തോതിയിട്ട് കരയാറുണ്ടായിരുന്നു അത്രേ. അല്ലാഹുവേ, അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ നീ ഉഖ്റവിയായ ഉലമായിൽ ഒന്ന് ചേരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. കാലങ്ങൾ ഇങ്ങോട്ട്
വരുമ്പം സ്വാഭാവികമാണ് മഖ്ദൂമി പാരമ്പര്യത്തിലെ വലിയ പൈതൃകമാണ് മഹാനായ ബഹ്റുൽ ഉലൂം. അവിടെയാണ് ചന്ദ്രന്റെ വെളിച്ചോ. അത്രയും നിഷ്കളങ്കമായ മനസ്സോടുകൂടി ജീവിച്ച മഹാന്മാര് മങ്കൂസ് മൗലിദ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് സുബ്ഹാനല്ലദീ അതുലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. കഥ കേൾക്കാൻ എന്ത് റാഹത്താണ്. ഉമ്മ എങ്ങനെയാ മരിച്ചത്? വെള്ളിയാഴ്ച രാവ് അസറിന്റെ ശേഷം ചെറിയൊരു ക്ഷീണം. ഞങ്ങൾ മക്കളൊക്കെ അടുത്തു ചെന്നു. മഗ്രിബിന്റെ സമയമായപ്പോ ഉമ്മ പറഞ്ഞു നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഉമ്മ ഇങ്ങനെ സ്വലാത്തിൽ ദിക്റിലാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മ കണ്ണടച്ചു. എത്ര കഥയാ നമ്മൾ കേട്ടുപോയത്. അവര് വലിയ അറിവാളന്മാരല്ല, പക്ഷേ അവർക്കൊരു സ്വഭാവമുണ്ട്. വെള്ളിയാഴ്ച രാവിൽ മങ്കൂസ് മൗലിദ് ഓതാത്തൊരു ദിവസം കഴിഞ്ഞു പോയിട്ടില്ല. മങ്കൂസ് മൗലിദിലെ പ്രമേയം ആനന്ദമാണ്. മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് ആത്മീയതയാണ്. മങ്കൂസ് മൗലിദിന്റെ വരികൾ മനസ്സിന്റെ ജീവനാണ്. മങ്കൂസ് മൗലിദിന്റെ അകത്തുള്ള ഓരോ ആശയങ്ങളും മനസ്സിന് വല്ലാത്ത ജീവൻ നൽകുന്നതാണ്. മരണസമയത്ത് പിശാചിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന ആശയ ഗാംഭീര്യമുള്ള പദപ്രയോഗങ്ങളാണ്. എന്തുകൊണ്ടാണ് മഖ്ദൂം തങ്ങൾ ഒന്നാമത്തെ വരിയിൽ തന്നെ പറഞ്ഞത് കണ്ട സുബ്ഹാനല്ലദീ അതുലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. ഈ പദപ്രയോഗത്തിന് മദീനയുമായിട്ട് ബന്ധമുണ്ട്. മദീനയിലുള്ള സ്വഹാബത്തിന്റെ പേര് അൻസാറുകൾ എന്നാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും അൻസാറുകളിൽ പെടുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്താണെന്നറിയോ? ഈമാനിന്റെ അടയാളമാണ് ഹുബ്ബുൽ അൻസാർ. അൻസാറുകളോടുള്ള മഹബ്ബത്ത് ഈമാനിന്റെ അടയാളമാണ്. അൻസാറുകളായ സ്വഹാബത്തിന്റെ ശൈലി എന്താണെന്നറിയോ? മുത്ത് നബി തങ്ങൾ റബീഉൽ അവ്വൽ 12 മദീനയിൽ വരുമ്പോ റസൂലുള്ളാഹ് സഫർ 27 മക്കത്ത് നിന്ന് പുറപ്പെട്ടത്. 27 മുതൽ റബീഉൽ അവ്വൽ 12 വരെ മറ്റു ജോലിക്കൊന്നും പോവാതെ ഹബീബിനെ കാത്തിരുന്നവരുടെ പേരാണ് അൻസ്വാർ. മുഅ്മിനീങ്ങളെ റബീഉൽ അവ്വൽ 30 ദിവസം മൗലിദ് ഓതുമ്പോ ചില ആളുകൾക്ക് ഒരു തോന്നൽ അതൊക്കെ കുറച്ച് അധികമായി പോയോ. സഫർ 27 തന്നെ ലൈറ്റ് ഒക്കെ ഇടുമ്പോ അത് അധികമായോ എന്ന് തോന്നൽ വേണ്ട.